മോഹൻലാൽ എന്ന മഹാനടന്റെ പിറന്നാളാണ് ഇന്ന്. എന്നാൽ അദ്ദേഹം എവിടെയും ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുന്നില്ല. സാധാരണ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹം ആഘോഷിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ കാത്തിരുന്ന ദൃശ്യം 3 റിലീസായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ സന്തോഷത്തിൽ ഒരു കേക്ക് മുറിച്ചതല്ലാതെ അദ്ദേഹത്തിന്റെ പിറന്നാൾ സാധാരണ ആഘോഷിക്കുന്ന ഒരു രീതിയിലും അദ്ദേഹം ആഘോഷിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ആകുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. അമ്മ മരിച്ച മാസങ്ങൾ മാത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ ദുഃഖം പേറിയാണോ, അല്ലെങ്കിൽ എല്ലാ പിറന്നാളിനും അമ്മയുടെ ഒരു ചുംബനം കിട്ടുമെന്നുള്ള ഓർമ്മ കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ മോഹൻലാൽ പങ്കുവച്ച വാർത്തയിലൊന്നും തന്നെ ഒരിടത്തും ആഘോഷമില്ല. കഴിഞ്ഞ ദിവസം മുംബൈയിൽ എത്തി നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. മുംബൈയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലുകാർ അദ്ദേഹത്തിന് വേണ്ടി പിറന്നാൾ ആശംസകൾ വെച്ച് ഒരു വലിയ ആഘോഷം ഒരുക്കിയിരുന്നു. എന്നാൽ ഞാൻ ഇത്തവണ ആഘോഷിക്കുന്നില്ല മോനെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് ആദ്യം മോഹൻലാൽ ശ്രമിച്ചത്. പക്ഷെ അവർ അത്രയും പ്രയാസപ്പെട്ട് അത് ചെയ്തതാണ് എന്നത് ഓർത്തുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ആ ദിവസം അവരോട് ക്ഷമിച്ച് അവരോടൊപ്പം ആഘോഷത്തിന് കൂടെ നിന്നത്. അല്ലാതെ സാധാരണ സുഹൃത്തുക്കളെ വിളിച്ച് പാർട്ടി കൊടുക്കുന്നതായിട്ടുള്ള മോഹൻലാലിൻ്റെ പതിവുകളൊക്കെ ഇത്തവണ തെറ്റിച്ചിരിക്കുകയാണ്. എല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ്. എല്ലാ വർഷവും പിറന്നാളിന് അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തും ഞാൻ. എന്നാൽ ഇത്തവണ എത്താൻ പറ്റാതെ പോയത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അതെല്ലാം ഓർമ്മയായി മാറുന്നത്. സാധാരണ തന്നെ അമ്മയോ അച്ഛനോ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം തന്നെ യാതൊരു ആഘോഷവും ഉണ്ടാകില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇനി ആഘോഷങ്ങൾ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. എൻ്റെ പിറന്നാളിന് ഓർത്തിരുന്ന് എന്നെ വിളിക്കുന്നൊരു വ്യക്തി ഇന്ന് ഈ ഭൂമിയിലില്ല. അതിലോളം സങ്കടവും എനിക്കൊന്നുമില്ല. അതാണ് എനിക്കിന്ന് ഈ ലോകത്തെ ഏറ്റവും വലിയ സങ്കടമായി മാറുന്നത്. പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത തന്നെയാണ് പ്രതികരിക്കുന്നത്. ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നന്നായി അറിയാം മോഹൻലാലിൻ്റെ ഈ ഒരു അവസ്ഥ. അമ്മ മരിച്ച സമയത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കരയാതെ പിടിച്ചു നിന്ന മോഹൻലാലിനെ നമുക്കെല്ലാം അറിയാം. മാധ്യമങ്ങളെല്ലാം അടുത്ത ദിവസം ഹെഡ്ലൈനായി എഴുതി വെക്കും എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഹെഡ്ലൈൻ ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും സങ്കടമില്ലാതെ ഇരുന്നതാണ് എന്ന് പറയാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അമ്മയെ എത്രമാത്രം വേദനിക്കുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. എപ്പോഴും അമ്മയ്ക്കൊന്ന് വയ്യ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു. ഒരു കുറച്ച് ഷെഡ്യൂൾ കഴിഞ്ഞാൽ, ഒരു 10 ദിവസം കഴിഞ്ഞാൽ അമ്മയെ കാണാൻ ഓടിയെത്തുമായിരുന്നു അമ്മയുടെ ലാലു എന്നാണ് മോഹൻലാലിനെ അമ്മ വിളിച്ചിരുന്നത്. മോഹൻലാൽ തന്നെയാണ് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. മറ്റൊരാളെയും നോക്കാൻ തന്നെ സമ്മതിക്കില്ലായിരുന്നു. എല്ലാ ദിവസവും വിളിക്കും. എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ വിളിച്ച് ചോദിക്കും. സുഹൃത്തുക്കളോടൊപ്പം മക്കളോടൊപ്പം എവിടെ പോയാലും അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മോഹൻലാൽ ഒരിക്കലും മറക്കാറില്ല. മോഹൻലാലിന് എത്താൻ പറ്റാത്തപ്പോൾ പോലും സുചിത്രയെ വിട്ട് പോലും മോഹൻലാൽ അത് എത്തിക്കുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലാണ് മോഹൻലാൽ അമ്മയെ നോക്കിയിരുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മോഹൻലാലിനെ കൊണ്ടുപോകാൻ യാതൊരു ഇഷ്ടവുമില്ലായിരുന്നു. എന്നാൽ അങ്ങനത്തെ സാഹചര്യമായതുകൊണ്ടായിരുന്നു അദ്ദേഹം അമ്മയെ കൊണ്ടുപോയത് പോലും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.